നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തമ്പിനേലി കൊടുത്തേക്കുന്ന പോലെ തന്നെ നമുക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കും അല്ലേ. നമുക്കൊരു എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, എന്താ ദിവസം ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്, ദേഹം വേദന, അല്ലെങ്കിൽ ഒരു ക്ഷീണം, എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ പറയും ഇതൊരു കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷമായിരിക്കാം, എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നു, ശരീരത്തിനൊരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് കൂടെ ഉള്ളവരോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ ആയിട്ടുള്ളൊരു അവസ്ഥ, നമുക്ക് മനസ്സിനൊരു സമാധാനമില്ല, സന്തോഷമില്ല. ഇങ്ങനെ ഈ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എനിക്ക് പല ദിവസങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട് കേട്ടോ. പെട്ടെന്ന് എൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജി എന്നിൽ നിന്നും പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു പൊടിക്കൈ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, വലിയ ചിലവുകളൊന്നുമില്ല. അപ്പം ഇങ്ങനെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര പേർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് കൂടുതൽ സമയവും ഇങ്ങനെ അനുഭവപ്പെടുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നൊരു കാര്യമാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കണ്ടോ ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ഇരുമ്പിൻ്റെ ഒരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കിങ്ങനെ നെഗറ്റീവ് എനർജി തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികൾ ആവശ്യമില്ലാണ്ട് ബഹളം വെക്കുക, രാത്രിയൊക്കെ ഉറങ്ങാതെ കിടക്കുക, കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കരമായ കരച്ചിൽ, നിർബന്ധം, വാശി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കുക, അവർക്കൊക്കെ ഇങ്ങനെ ഒരു ദൃഷ്ടിദോഷവും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്തോ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കേട്ടോ നിങ്ങൾ കരുതാനായിട്ട്. ആ സമയത്ത്, അങ്ങനെ തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ കേട്ടോ. അതിനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് ഇത് കണ്ടോ ഈ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒഴിക്കണം കേട്ടോ. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കത്തി എടുക്കുക. കത്തി എടുത്തിട്ട് നിങ്ങളിങ്ങനെ ക്രോസ് ആയിട്ട്, അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് 4 ഭാഗത്തുനിന്ന് വരയ്ക്കണം കേട്ടോ. ഈ വെള്ളത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തോന്നുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു വെക്കുക. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു വെക്കുക. അതിനുശേഷം ഇങ്ങനെ താഴേക്ക് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ താഴേക്ക് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഉണ്ടോ? ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇരുമ്പിൻ്റെ കത്തിയാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം ഇങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾ ആ ഒരു വെള്ളം ഒഴിച്ച് കളഞ്ഞേക്കുക. നിങ്ങൾ വെള്ളം പിന്നീട് ഒഴിച്ച് കളയാം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ്, അല്ലെങ്കിൽ ചില ദിവസം നമ്മൾ പറയുകയല്ലേ ഭയങ്കരമായ മടുപ്പ് തോന്നുന്നു, എനിക്കൊന്നും ഒരു ജോലി ചെയ്യാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ എനിക്ക് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല, ഭയങ്കരമായിട്ട് മടി തോന്നുന്നു, എന്തോ ഒരു കിടന്ന് ഉറങ്ങണമെന്ന് തോന്നുന്നു, ഒന്നും ചെയ്യാനൊരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു മടി, അലസത, ഇതൊക്കെ തോന്നുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്ക് ചെയ്യുക കേട്ടോ. ഉറപ്പായിട്ടും 100% റിസൾട്ട് തരുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ്, നിങ്ങളെ ബാധിച്ച ആ ഒരു കണ്ണേറാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വെള്ളത്തിന് നമ്മളുടെ എനർജി അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു ശക്തിയുണ്ട്. അപ്പം ആ ഒരു വെള്ളത്തിലേക്ക് നമ്മളുടെ എനർജി നമ്മൾ കളയുകയാണ് കേട്ടോ. ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ആഗിരണം ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുടെ അടുത്ത ദിവസം കാണാം. ബൈ. എല്ലാവരും ഈ ടെക്നിക്ക് ഒന്ന് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ഫീലിങ്സ് എന്തൊക്കെയാണെങ്കിലും ഉറപ്പായിട്ടും അത് മാറിയാകും. ശരീരത്തിന് ഒരു ഉന്മേഷം ഉണ്ടാകും, ആ അലസത മനോഭാവമൊക്കെ മാറി ഒന്ന് പോസിറ്റീവ് ചാർജ് നമ്മളിലേക്ക് വരാൻ വേണ്ടി ഇത് സഹായിക്കും കേട്ടോ. ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ. ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യണം. വെറുതെ നമ്മൾ ചെയ്ത് നോക്കാത്ത കാര്യത്തെ പറ്റി നെഗറ്റീവായിട്ട് അഭിപ്രായം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക കേട്ടോ. ഞാൻ പല പ്രാവശ്യവും അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു ടെക്നിക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ മാറിയിട്ട് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളിത് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.